സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ചായിട്ട് മോഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കള്ളന്മാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വലിയ ഒരു മോഷണം നമ്മളൊക്കെ മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞു. നമ്മുടെ നാട്ടിൽ ധാരാളം മോഷണങ്ങൾ നടക്കുന്നുണ്ട്, മാധ്യമങ്ങൾ അറിയുന്നത് വളരെ കുറവാണെന്ന് മാത്രം. ഏതായിരുന്നാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വില ദിനം പ്രതി അല്ലെങ്കിൽ അടിക്കടി സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളെയൊക്കെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കുട്ടികൾക്ക് സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ചെറിയ മക്കൾ നമ്മൾ കല്യാണം മറ്റു ഫംഗ്ഷനിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ആഭരണം ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. ഈവൻ വീട്ടിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഒരു പക്ഷേ കുട്ടികളെ കഴുത്തിലോ കയ്യിലൊക്കെ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ സ്വർണം പരമാവധി നമ്മൾ കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിൽ കെട്ടിക്കൊടുക്കുന്നത് ഒഴിവാക്കാൻ നോക്കുക. സ്വർണത്തിൻ്റെ വില അത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം അതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വീടുകളിലൊക്കെ പരമാവധി CCTV ക്യാമറ സ്ഥാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരു കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ ക്യാമറകളെ മാറ്റിവെക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ കള്ളന്മാർക്ക് കഴിയുമെങ്കിലും തൊട്ടടുത്തുള്ള ക്യാമറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാമറയിൽ കള്ളൻ്റെ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പതിഞ്ഞാൽ ഒരു പക്ഷേ കളവ് നടന്നാൽ അത് വഴി കള്ളനെ പിടിക്കാൻ വലിയ ഒരു സഹായകമാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കോഴിക്കോട് നടന്ന ഒരു മോഷണം, ആ മോഷണത്തിൽ ഒരൊറ്റ CCTV ക്യാമറയിൽ പതിഞ്ഞ ഒരു ചെറിയ ഫുട്ടേജ് കൊണ്ടാണ് കള്ളനെ തിരിച്ചറിയാൻ അത് സഹായിച്ചത്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ക്യാമറ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ദിവസം നമ്മുടെ വീട് അടച്ചുകൊണ്ട് നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ പോലീസിന് ഇൻഫോം ചെയ്യുക. പോലീസിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, പലർക്കും അതറിയില്ല. നമ്മൾ ഒരുപാട് ദിവസം വീടടച്ചിട്ട് പോവുകയാണ്, വീട്ടിൽ വിളവെടുപ്പുള്ളത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. കാരണം വിലപിടിപ്പുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും വീട് നശിപ്പിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ വീടടച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കള്ളന്മാരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക, പണം വെച്ച് അടിച്ചു പൊളിക്കുക എന്നത് മാത്രമാണ്. സ്വന്തം അയൽക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കളവ്, ആ വലിയ മീഡിയകളൊക്കെ നമ്മൾ കേട്ട ആ ഒരു വലിയ കളവ് സ്വന്തം അയൽക്കാരനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയൽവാസികളെ പോലും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. വളരെ സാധുവാണ്, പാവമാണ്, ഒരിക്കലും ഇങ്ങനൊരു കളവ് അദ്ദേഹം ചെയ്യുമെന്നൊന്നും ആർക്കും അറിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹമാണ് ഈ കളവ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കളവ് നടത്തി തെരച്ചിലിനിടയിൽ അദ്ദേഹം വരെ കള്ളനെ കിട്ടിയോ എന്ന് ചോദിച്ച് അവരുടെ കൂടെ നിന്ന ആളായിരുന്നു, സ്വന്തം അയൽവാസിയായിരുന്നു. അദ്ദേഹമാണ് ഈ കളവ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയൽവാസികളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. പിന്നെ എന്ന് പറയുന്നത് കുടുംബക്കാരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൊല്ലം ഭാഗത്ത്, തെക്ക് ഭാഗത്ത് ഇവിടെ ഒരു കളവ് നടന്നു. ഒരു സ്ത്രീയായിരുന്നു കളവ് നടത്തിയിരുന്നത്. അപ്പോൾ ആ സ്ത്രീ നിരന്തരമായി മരണ വീടുകളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടികളുള്ള സമയത്ത് ആ വീടുകളിൽ പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് വളരെ തന്ത്രപരമായിട്ട് സാധനങ്ങൾ, സ്വർണം അടിച്ചു മാറ്റുന്നു. അങ്ങനെ ആ സ്ത്രീയെ പിടിച്ചു. അപ്പോൾ ആ സ്ത്രീ കുടുംബത്തിൻ്റെ വീടുകളിൽ പോയിട്ട്, കുടുംബക്കാരായ ആളുകളുടെ വീട്ടിൽ പോയിട്ടായിരുന്നു ആ സ്ത്രീ കളവ് നടത്തിയിരുന്നത്. അപ്പോൾ സ്ത്രീകളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി മാറിയിട്ടുണ്ട്. അതായത് അവർക്ക് ബന്ധങ്ങളിലൊന്നല്ല വലുത്, കയ്യിൽ പണമുണ്ട് എന്നറിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണം പരമാവധി മറ്റാരും, നമ്മുടെ വീട്ടിൽ സ്വർണ്ണമുള്ളതോ മറ്റു പണമുള്ളതോ ഒരു നിലക്കും ആരെയും അറിയിക്കാതിരിക്കുക. അതിന് കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും
അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാണെങ്കിലും ആരായിരുന്നാലും ശരി, പരമാവധി നമ്മുടെ കയ്യിലുള്ള പണം മറ്റാരെയും അറിയിക്കാതിരിക്കുക. പരമാവധി ബാങ്ക് ലോക്കറുകളിലോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് പണം ഒഴിവാക്കുക. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.